നല്ല ശക്തമായ മഴ പെയ്യുന്നതാണ് അവർ പറഞ്ഞേക്കണത്. ഏകദേശം ഇപ്പോൾ ഒരു 1:30 മണി കഴിഞ്ഞു. ഫുള്ള് ഇരുണ്ട് കൂടിയിട്ടുണ്ട്. ചെറുതായിട്ടേ പെയ്യുന്നുള്ളൂ. മഴ പെയ്യുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് റൂമിലെത്താൻ നോക്കട്ടെ, അല്ലെങ്കിൽ ഇന്നത്തെ പോലെ ഫുള്ള് പണി കിട്ടും. റൂമിൽ ചെന്ന് ആദ്യം തന്നെ ബ്ലാങ്കറ്റും കട്ടലെല്ലാം ഒന്ന് മാറ്റിയിടണം. അല്ലെങ്കിൽ ഇന്നലെ ഫുള്ള് വെള്ളം കയറുകൊണ്ടേ നല്ല പണിയായിരുന്നു. ഇതുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, മൊത്തം ഇരുണ്ട കിടക്കണത്. കാണിച്ചു തരാട്ടോ, റൂമിൻ്റെ പുറത്തെ സിറ്റുവേഷൻ കാണിച്ചു തരാട്ടോ. നല്ല ഇരുണ്ട് മൂടി നിൽക്കുകയാണ്, കാണാമോ? നല്ല ഇരുണ്ട് മൂടി നിൽക്കുകയാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ പെയ്ത് പോയാൽ മതിയായിരുന്നു. കാരണം ഒരുപാട് ആളുകൾ മഴയൊക്കെ വരുമ്പോൾ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട് മഴയൊക്കെ ആയിട്ട്. ഇവിടുത്തെ ഈ സെൻസേഡ് ഇല്ലാത്ത ബിൽഡിങ്ങുകളായതുകൊണ്ട് എല്ലാ റൂമുകളിലൊക്കെ മിക്കതും വെള്ളം കയറും. നമ്മുടെ നാട്ടിലിപ്പോൾ സെൻസേഡ് ഇല്ലല്ലോ ഇവിടുത്തെ ബിൽഡിങ്ങുകൾക്ക്, അതാണ് പ്രശ്നം വന്നത്. ഞാനും മിൻറ്റും കൂടിയിട്ട് മഴ നോക്കാം, മഴ പെയ്യുന്നുണ്ടോയെന്ന് നോക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. നല്ല ഇരുണ്ട് മൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. മിൻറ്റു നല്ല പേടിയുണ്ട്, മഴ വരുമ്പോൾ നല്ല പേടിയുണ്ട്. അത് പെട്ടെന്ന് പിന്നെ മേത്തുനിന്ന് മാറുന്നില്ല. ഇപ്പോൾ വിൻഡോ എല്ലാം അടച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കണം. കാരണം ഇവർ കുറേ ഇൻഫർമേഷനും അലേർട്ടൊക്കെ തന്നിരുന്നു. അതുകൊണ്ടാണ് ആൾക്ക് ചെറിയൊരു പാനിക് സിറ്റുവേഷൻ വന്നത്. വേറെ കുഴപ്പമൊന്നുമില്ലാന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് കുഴപ്പമൊന്നും ഇല്ലായിരിക്കട്ടെ. മഴയെല്ലാം മഴയുടെ രീതിയിൽ പെയ്തു പോട്ടെ സമാധാനപരമായിട്ട്, അല്ലേ മിൻറ്റു? മിൻറ്റു പേടിച്ചിരിക്കുകയാണ്. പേടിക്കണ്ട കേട്ടോ, പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പാനിക്കാവണ്ട. ഏകദേശം 1:30 മണി ആയിട്ടുള്ളൂ കേട്ടോ. മാഷാ അല്ലാഹ് നല്ല ഇരുണ്ട് മൂടി നിൽക്കുകയാണ്. മഴ ഏകദേശം നല്ല ശക്തമായിട്ട് പെയ്യുന്നതാണ് പറഞ്ഞട്ടെ. കാരണം 2 ദിവസം മഴ പെയ്തുകൊണ്ടേ ഇതുണ്ടല്ലോ ആകാശമൊക്കെ നല്ല ഇരുണ്ട് മൂടി കിടക്കുകയാണ്. ഉച്ച കഴിഞ്ഞ് നാളെ വെളുപ്പിന് വരെ മഴ ഉണ്ടാവുമെന്നാണ് പറഞ്ഞ്. പടച്ചോനോ വേട്ടെ എന്താ സത്യാവസ്ഥ എന്നുള്ളത്. ഇതുണ്ട് നല്ല ഇരുണ്ട് മൂടി കിടക്കുക, നല്ല ഇരുണ്ട് മൂടി കിടക്കുകയാണ്. ഈ മഴയ്ക്ക് മുമ്പായിട്ട് എങ്ങനെ ഒന്ന് റൂമിലെത്താൻ നോക്കണം, അതിൽ ഇന്നലത്തെ പോലെ പെട്ടു. നല്ല കാലാവസ്ഥയാണ്, പ്രകൃതി ദുരന്തങ്ങളൊന്നും ഇല്ലാതെ നോർമലി മഴ പെയ്ത് പോയാൽ മതിയായിരുന്നു അൽഹംദുലില്ലാ. അല്ലെങ്കിൽ എല്ലാവർക്കും പാടാറുള്ള മൊത്തത്തിൽ ആളുകൾക്ക് പെട്ടെന്ന് പോകുന്നുണ്ട്. മഴ നല്ല ശക്തമായി ഓൾറെഡി ഇവർ മുന്നറിയിപ്പ് തന്നിരുന്നു നമുക്ക് മഴ അത്യാവശ്യം പെയ്യുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്ന് കരുതിയിരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. വർക്ക് ഫ്രം ഹോമൊക്കെ മാക്സിമം ചെയ്യാൻ പറയുന്നുണ്ട്. വണ്ടിയായിട്ട് പോകുന്ന ആൾക്കാർ പുറത്ത് മാക്സിമം പോകാതിരിക്കുക. ഒരുപാട് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് കേട്ടോ. എത്ര 2018 ഏതൊരു വർഷത്തിന് ശേഷം പിന്നെ ഉണ്ടാകുന്ന ശക്തമായ മഴയാണെന്നാണ് അവർ പറഞ്ഞാൽ കേട്ടോ. ആകാശം നല്ല ഫുള്ള് കവറായിട്ട് നിൽക്കുകയാണ്. എപ്പോൾ പെയ്യുന്നുള്ള ഇതിലേക്കാണ്. ചെറുതായിട്ട് പൊടിയുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് പെയ്ത് പോയാൽ മതിയായിരുന്നു. നാട്ടിലാണെങ്കിൽ പിടുത്തപ്പെട്ട് ചൂടും. ആ മലയുടെ മേൽഭാഗം കണ്ടില്ലേ, നല്ല ശക്തമായിട്ട് പെയ്യാതെ നല്ല പൊടിയുണ്ട് കേട്ടോ. മേളിൽ കണ്ട പൊടിഞ്ഞു വരുന്നുണ്ട്. അതിന് മുമ്പ് എത്രയും പെട്ടെന്ന് റൂമിലെത്തട്ടെ. ബാക്കി വിശേഷം റൂമിൽ ചെന്നിട്ട് കാണിക്കാം കേട്ടോ. മിൻറ്റു പറന്നുപോയി, ബാൽക്കണിയിൽ നിൽക്കാണ്. അയ്യോ മിൻറ്റു പറന്നുപോയി. ഞാൻ നല്ല പേടിച്ചു കേട്ടോ. പക്ഷെ അവർ തിരിച്ചെത്തി. ഞാൻ മിൻറ്റു എന്ന് വെച്ചാൽ മറ്റേ കിളി പറന്നു, മിൻറ്റു കൂട്ടുകാർ പറന്നു വേണ്ടായില്ല. അതുകൊണ്ട് പിന്നെ വായി രക്ഷപ്പെട്ടു. പക്ഷെ കാറ്റൊന്നും ഉണ്ടെന്ന് തോന്നുന്നു. മിൻറ്റു പുറത്താണ്, സാധാരണ പുറത്ത് പോകാറില്ല. ഞാൻ മിൻറ്റു വന്നപ്പോൾ കാറ്റൊന്നും പേടിച്ച് പുറത്തേക്ക് പോയത്. പക്ഷെ പുറത്തേക്ക് പോയിട്ട് ആ വിൻഡോടെ അവിടെ ഇരുന്നു. അല്ലെങ്കിൽ മിൻറ്റുവിനെ മഴയോടെ പോയേനെ. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ ആദ്യമായിട്ട് പറയുന്നു, നിങ്ങളിത് ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മിൻറ്റുവിൻ്റെ ഡീറ്റെയിൽസൊക്കെ വഴി കാണിച്ചു തരാം. ഓക്കെ മിൻറ്റു.